എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ മിന്നിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവൻ്റെ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. ഇത് കാണുന്ന അവൻ്റെ അമ്മ വന്നിട്ട് പറയും, നോക്കിയാണേ നീയാണെങ്കിൽ ഇത്രയും വൃത്തിയായിട്ടൊരു പെണ്ണിനെയും കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. അവൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളിപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചിട്ട് പോയത്. പോരാത്തന്നെ അവൾ നിന്നെ എടുത്തിട്ട് അടിക്കുകയും ചെയ്തു. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ അവൻ്റെ അമ്മയെടുത്ത് പറയും, അമ്മ അവൾ അങ്ങനെയുള്ളൊരു പെണ്ണല്ലായിരുന്നു. അവൾ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ളൊരു പെണ്ണായിരുന്നു. ഇപ്പോൾ അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവൾ ഭയങ്കരമായിട്ടും ചേഞ്ചായി. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിൻ്റെ അമ്മ പറയും, ഇതുകൊണ്ടാണ് പ്രേമിച്ച് കെട്ടരുത് എന്ന് പറയുന്നത്. ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് തരുമായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ ഇവരെ കിടന്ന് ഭയങ്കരമായിട്ടും വഴക്ക് പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ മിന്നിന് ഭയങ്കരമായിട്ടും ദേഷ്യം വരും. അവൻ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവൻ വേഗം വരുന്നത് നമ്മളുടെ ജിയൂണിൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ വന്നിട്ട് അവൻ നല്ലതുപോലെ ഡോറ് കിടന്ന് കൊട്ടാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ജിയൂണിനെ കാണിക്കും. അവളാണെങ്കിൽ വാതിൽ തുറക്കും. എന്നാൽ അവളിപ്പോൾ അവളുടെ പഴയ വീട്ടിലായിരുന്നില്ല. അവൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന തന്നെ നമ്മുടെ യൂനയും അതേപോലെ തന്നെ ജെയു ആണ്. അവരാണെങ്കിൽ ഇവളുടെ പുതിയ വീട്ടിലേക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ജിയൂൺ ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ ജയ താമസിക്കുന്ന ഏത് ബിൽഡിങ്ങിലാണോ അതേ സെയിം ബിൽഡിങ്ങിൽ തന്നെ. ഇവളുടെ ഡ്രസ്സ് കാണുന്ന നമ്മുടെ യൂനയും അതേപോലെ തന്നെ ജയും ഭയങ്കര ഷോക്കായി പോകും. യൂന അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നിങ്ങളിത് എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡ്രസ്സിങ് ഞാനല്ലല്ലോ പറഞ്ഞു തന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയൂൺ പറയും, അത് ഒരാവശ്യം ഉണ്ടായിരുന്നു, അർജന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഡ്രസ്സ് ഇട്ടേ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ജയും ഭയങ്കര ഷോക്കായി പോയായിരുന്നു. ജയ ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവക്ക് വേണ്ടിയിട്ടൊരു ബൊക്കയും ഉണ്ട്. അപ്പൊ നമ്മുടെ ജിയൂൺ ചോദിക്കും, അല്ല ഈ ബൊക്ക വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ജയ് പറയും, ഇത് നീ വെച്ചോ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയൂണിന് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ മിന്നിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജിയൂണിന്റെ പഴയ വീട്ടിലായിട്ട് വന്ന് ഡോറ് നോക്കി ചെയ്തോണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഒരു തടിയൻ ഇറങ്ങി വരും. അങ്ങനെ ഒരു ചിമ്മനായിരുന്നു. ഇവനെ കാണുന്നേ നമ്മുടെ മിന്നങ്ങ് പേടിച്ചു പോകും. അവൻ വിചാരിക്കും ഇനി ഇത് നമ്മുടെ ജിയൂണിന്റെ വല്ല ചേട്ടനും ആണോ എന്ന്. അപ്പോൾ നമ്മുടെ മിന്നു പറയും, ഞാനിവിടെ തേടി വന്നത് നിങ്ങളെയല്ല, ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന പെൺകുട്ടീനെയാണ്. അപ്പോൾ അയാൾ പറയും, അത് ഞാനാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഇവിടെ താമസിച്ചിരുന്ന പെൺകുട്ടി വേറെ ഏതോ സ്ഥലത്തോട്ട് ഷിഫ്റ്റായി പോയിട്ടുണ്ട് എന്ന്. നമ്മുടെ മിന്നിത് കേൾക്കുന്നേ ഭയങ്കര ഷോക്കായി പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയൂണാണെങ്കിൽ അവളുടെ വീട്ടിലെല്ലാ സാധനങ്ങളും അടുക്കി പറക്കി വെക്കുന്നതാണ്. അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മുടെ ജയ തന്നെയാണ്. ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നേ നമ്മുടെ യൂനിക്ക് ചെറിയ ഡൗട്ട് അടിക്കാൻ തുടങ്ങും. അതായത് ഇനി അവളറിയാത്ത എന്തെങ്കിലും ഒരു സ്റ്റോറി ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നടക്കുന്നുണ്ടോ എന്ന്. അത് കഴിഞ്ഞിട്ട് യൂനയും അതേപോലെ തന്നെ ജയും അവിടെ നിന്ന് പോകുന്നേയും നമ്മുടെ യൂനയാണെങ്കിൽ ജയരെടുത്ത് ചോദിക്കും, അല്ല എനിക്കൊരു കാര്യം നല്ലതായിട്ട് അറിയാം, നീ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദറിനെ മറികടന്നിട്ട് ഒരു തീരുമാനവും എടുക്കാറില്ല എന്ന്. എങ്കിലും നിനക്കാണെങ്കിൽ ആ യൂറ എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് അപ്പൂപ്പനോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ. അതിന്റെ അർത്ഥം എന്താ? നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോ? വേറെ ആരെങ്കിലും നിന്റെ മൈൻഡിലുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂന ഇവന്റെ പുറകെ നടന്നു ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജയ പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടാതെ വേഗം തന്നെ വീട്ടിലോട്ട് പോ, സേഫായിട്ട് വീട്ടിലെത്തണമെന്ന് പറഞ്ഞ് നമ്മുടെ ജയ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടിരുങ്ങും. സത്യം പറഞ്ഞാൽ യൂനെ അങ്ങനെ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അവൾ ചോദിക്കും, നിനക്ക് എനിക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെയാണോ ഇഷ്ടം? ഇത് കേൾക്കുന്നേ നമ്മുടെ ജയ പറയും, നീ വിചാരിക്കുന്ന പോലെ ജിയൂണും ഞാനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അവൾ നല്ലൊരു കുട്ടിയാണ്, അവൾ പാവമാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നേ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജയ ആണെങ്കിൽ ഇപ്പോൾ ഈ കാര്യം റിവീൽ ആക്കാത്തതിൻ്റെ മെയിൻ റീസൺ തന്നെ നമ്മുടെ ജിയൂണിന് അവൻ്റെ അടുത്ത് എന്താണ് ഫീലിംഗ് എന്ന് അവൻ ഇതുവരെയും കൺഫേം അല്ലല്ലോ. അതുകൊണ്ടാണ് അവനിത് സീക്രട്ടാക്കി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ നമ്മുടെ മിന്നു ഡ്യൂട്ടിക്ക് വരുന്നതാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജിയൂണിൻ്റെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ജിയൂണും അവിടെ ഓഫീസിലേക്ക് നടന്നു വരും. ഇവിടെ കാണുന്നത് നമ്മുടെ മിന്നു ഭയങ്കര ദേഷ്യത്തിൽ ഇവളുടെ അടുത്ത് ചെന്ന് അടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നു ചെല്ലും. അവനാണെങ്കിൽ ഇവളുടെ മുമ്പിലെത്തുന്നതിന് നമ്മുടെ ജിയൂൺ ഒന്നും നോക്കത്തില്ല. അവൻ്റെ ചെവുക്കുറ്റി നോക്കി ഒരടി അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ മിന്നു ചോദിക്കും, നീ എന്തിനാ എന്നെ ഇപ്പോൾ അടിച്ചത്? അപ്പോൾ നമ്മുടെ ജിയൂൺ ഒരു എക്സ്പ്രഷനും കൊടുക്കാതെ വീണ്ടും അവൻ്റെ കവിളത്തായിട്ടൊരു നല്ല അടി അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ മിന്നിന് ഭയങ്കര ദേഷ്യം വരും. അവനാണെങ്കിൽ ഈ നമ്മുടെ ജിയൂണിനെ ആണെങ്കിൽ അടിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് മിന്നിന്റെ കയ്യിൽ കയറി പിടിക്കും. അപ്പോൾ നമ്മുടെ മിന്നു പറയും, അല്ല ഇത് എവിടുത്തെ ന്യായവാ? ഞാൻ അവളെ ഒന്നും ചെയ്തില്ല, അവളാണ് എന്നെ ഇങ്ങോട്ട് എടുത്തിട്ട് അടിച്ചത്. എന്നിട്ട് ഞാനൊന്ന് തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇടയിൽ കയറി എന്നെ തടയുന്നോ? എനിക്കും അധികാരമുണ്ട്, എന്നെ ബുള്ളി ചെയ്യുന്നതിന് ചോദിക്കാൻ ആരും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര ബഹളം വയ്ക്കും. എന്നിട്ട് നമ്മുടെ മിന്നു ചോദിക്കും, നീ എന്തിനാ എന്നെ എടുത്തിട്ട് അടിച്ചത്? അപ്പം നമ്മളുടെ ജിയൂണാണെങ്കിൽ പറയും, ഞാൻ നിന്റെ അടുത്ത് നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ ആണെങ്കിൽ എൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ട് നീ വേറൊരു പെണ്ണുമായിട്ട് അഫെയറിലാണല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിയൂണാണെങ്കിൽ അവൻ്റെ നേർക്ക് ഒരു പാൻറ്റീസ് എടുത്ത് കാണിക്കും. എന്നിട്ട് ചോദിക്കും, കണ്ടില്ലേ ഇത് നിന്റെ കാറിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ മിന്നു ഭയങ്കര ഷോക്കായി പോകും. യഥാർത്ഥത്തിൽ നമ്മുടെ ജിയൂണിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫാമിലി മീറ്റപ്പിന് വരുന്നതിന് മുന്നേ നമ്മുടെ മിന്നിനെ കാണാൻ വേണ്ടിയിട്ട് സുമിൻ വന്നായിരുന്നല്ലോ. ആ ടൈമിൽ അവർ രണ്ടുപേരും കാറിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇത് ആലോചിക്കുന്നേ നമ്മുടെ മിന്നു ഭയങ്കര ഞെട്ടിപ്പോവും. അവൻ ചോദിക്കും, നീ എന്തോത്തിന് എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ കാറൊക്കെ അരിച്ചു പറക്കാൻ നോക്കിയത്? അപ്പോൾ നമ്മുടെ ജിയൂൺ പറയും, അപ്പോൾ ഞാൻ കാർ തിരക്കിയതാണ് നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം,
അല്ലാണ്ട് നീ അഫെയറിലായതല്ല. ഇതൊക്കെ കേട്ടോണ്ട് നമ്മുടെ സുമിനും അവിടേക്ക് വരും. സുമിനൊന്നും മനസ്സിലാവത്തില്ല. വേഗം തന്നെ നമ്മുടെ ജിയൂണാണെങ്കിൽ ആ പാൻറ്റീസ് എടുത്തിട്ട് നമ്മളുടെ ഈ മിന്നില്ലേ അവൻ്റെ തലയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, ഇനി മേല എൻ്റെ അടുത്ത് മിണ്ടാനും വന്നേക്കരുത്, എന്നോട് സംസാരിക്കാനും വരണ്ട, നമ്മളുടെ റിലേഷൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആ റിങ്ങില്ലേ അതങ്ങ് എറിഞ്ഞ് പൊട്ടിക്കും. ഇത് കാണുന്നേ നമ്മളുടെ മിന്നു ഭയങ്കര ഷോക്കായി പോകും. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫീസ് മൊത്തവും ഭയങ്കരമായിട്ട് ഇക്കാര്യം ഫ്ലാഷ് ആവുന്നതാണ്. ഇത്രയും കാലം നമ്മളുടെ ജിയൂണിനെ ആർക്കും അത്രയ്ക്ക് കാര്യമല്ലായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം എല്ലാവരും നമ്മളുടെ ജിയൂണിൻ്റെ സൈഡിലാണ്. അതേപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ മിന്നിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മളുടെ മിസ് യാങ്ങും അതേപോലെ തന്നെ യൂനയില്ലേ ഇവർ രണ്ടുപേരും നമ്മളുടെ ജിയൂണിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ടിരുന്നിട്ട് ഇവളെ സമാധാനിപ്പിക്കും. മിസ് യാങ് വിചാരിക്കുന്നത് അവർക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരിത് എങ്ങനെ സഹിച്ചേനെ എന്നൊക്കെ ആലോചിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയൂണിൻ്റെ അവസ്ഥ നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അവളിപ്പോൾ എന്ത് ഹാപ്പിയാണ്. അവളിപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവളിപ്പോൾ മനസ്സിലിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇനിയും നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മുടെ യൂനയൊക്കെ ചോദിക്കും, എന്നാലും ഈ മിന്നിനെ ഏത് പെണ്ണുമായിട്ടാണ് അഫെയർ എന്ന്. സത്യത്തിൽ നമ്മുടെ ജിയൂണാണെങ്കിൽ ആ പെണ്ണിൻ്റെ പേരൊന്നും റിവീലാക്കിയിട്ടില്ല. അപ്പോൾ അവളിങ്ങനെ പറയും, എന്തായിരുന്നാലും സത്യം ഉടനെ തന്നെ പുറത്തു വരിക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മിന്നിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ സുമിൻ വരും. എന്നിട്ട് അവളാണെങ്കിൽ നമ്മുടെ മിന്നിനെ സമാധാനിപ്പിക്കാൻ നോക്കും. വേഗം തന്നെ മിന്നാണെങ്കിൽ നമ്മുടെ സുമിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷിക്കും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നമ്മൾ രണ്ടുപേരും കാറിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് നിന്റെ സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെച്ചൂടെ, എന്തിനാ നീ അതൊക്കെ കളഞ്ഞിട്ട് പോയത്? ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിൻ പറയും, ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് തന്നെ പോയത്. എനിക്ക് തോന്നുന്നത് ആ ജിയൂണാണെങ്കിൽ നിന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് എന്ന്. അവൾക്ക് നമ്മൾ രണ്ടുപേരും നല്ല ഡൗട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നു ഭയങ്കര ഷോക്കാകും. അപ്പോൾ നമ്മുടെ സുമിൻ പറയും, ഇനി നമുക്ക് അത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാനും പറ്റത്തില്ല. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനില്ലേ നിൻ്റെ കൂടെ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിൽ നമ്മുടെ സുമിൻ സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നി ഇവളെ പിടിച്ചങ്ങ് മാറ്റും. എന്നിട്ടാണെങ്കിൽ പറയും, അല്ല നീ ഇതിപ്പോൾ എന്തുവാ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്? നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിക്കാവുന്നോ? നീ അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. എന്താന്ന് വെച്ചാൽ നീ മാരേജ് ടൈപ്പ് അല്ല. എന്നെ സംബന്ധിച്ച് കുറച്ച് ഏണിങ്സ് ഒക്കെ ഉള്ള കുറച്ച് മെച്ചോർഡായിട്ടുള്ളൊരു പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറ്റി വെച്ചാരേ എന്ന് നമ്മുടെ മിന്നു പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിന് ഭയങ്കര സങ്കടമാവും. സത്യം പറഞ്ഞാൽ സുമിനെ ഇവൻ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്യും. അതേസമയം തന്നെ നമ്മളുടെ ആ ഡയറക്ടർ ഉണ്ടല്ലോ അങ്ങേര് അവിടേക്ക് നടന്നു വരും. ഇയാൾക്കാണെങ്കിൽ ഓൾറെഡി നമ്മുടെ സുമിനെ ഭയങ്കര ഇഷ്ടമാണ്. അയാൾ ഇത് കേൾക്കുന്നേ അങ്ങോട്ട് സഹിക്കത്തില്ല. വേഗം തന്നെ ഓടി വന്ന് നമ്മുടെ മിന്നിനെ എടുത്തിട്ട് അടിക്കാൻ ഒരുങ്ങും. എന്നാൽ മിന്ന അടി കൊള്ളുമെന്നാണോ അവൻ വേഗം തന്നെ അവിടെ നിന്ന് സ്കിഡായി മാറും. സത്യം പറഞ്ഞാൽ ഈ മാനേജറിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അയാൾ അവിടെ കിടന്ന് വിളിച്ചു പോയി ചോദിക്കും, അല്ല നിനക്കാണെങ്കിൽ സുമിനുമായിട്ട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ ഇപ്പോൾ അവളെ ഇങ്ങനെ അപമാനിക്കുന്നത്? നീ എന്താ അവളുടെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ കിടന്ന് ഭയങ്കര സീനാക്കും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ആ ഓഫീസിലുള്ള എല്ലാവരും അറിയും. അതായത് മിന്നിന് അഫെയർ ഉള്ളത് വേറെ ആരുമായിട്ടല്ല നമ്മളുടെ സുമിനുമായിട്ട് തന്നെയാ എന്ന്. അങ്ങനെ ഈ സംഭവം അവിടെ എല്ലായിടത്തും നല്ലതുപോലെ ഫ്ലാഷ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുമിൻ്റെ കാര്യമാണ്. അവളെ സംബന്ധിച്ച് ഇപ്പം അവൾക്ക് അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സുമിനാണെങ്കിൽ ജിയൂണിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം, എനിക്ക് കുറച്ച് അവസരം തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ജിയൂണാണെങ്കിൽ അതിനൊന്നും റെഡി ആയിരുന്നില്ല. അവള് നമ്മുടെ സുമിൻ്റെ മെസ്സേജസ് എല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ മിസ് യാങ്ങും അതേപോലെ തന്നെ ജിയൂണും അവരുടെ ടീമേറ്റ്സ് എല്ലാവരോടും ചേർന്നിട്ട് ആ മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റിലെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിസ് യാങ് അറിയും, അതായത് ഇവരാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ചെയ്തായിരുന്നല്ലോ ആ ടൈമിൽ ഒരു കസ്റ്റമറിന് അലർജി ആയിട്ട് ഭയങ്കര സീനായിരുന്നു എന്ന്. അവരാണെങ്കിൽ ഇത് അറിയുന്നതിന് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവത്തിനെ പറ്റി ആരും തന്നെ അവരുടെ ഓഫീസിൽ ഇൻഫോം ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ നമ്മളുടെ മിസ് യാങ് ആണെങ്കിൽ എടുത്തു വെച്ച് നോക്കും അന്ന് ആ വർക്ക്ഷോപ്പിന് പോയത് ആരൊക്കെയായിരുന്നു എന്ന്. നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ മിന്നും അതേപോലെ തന്നെ സുമിനുമാണ്. വേഗം തന്നെ നമ്മുടെ ഈ മിസ് യാങ് വന്നിട്ട് മിന്നിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അല്ല നിന്നെയാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഏൽപ്പിച്ചിട്ട് നീ അത് മര്യാദയ്ക്ക് ചെയ്തതുമില്ല, പോരാ തന്നെ ഒരു കസ്റ്റമർ അലർജിയുമായി, എന്നിട്ട് നീ എന്താ അത് ഞങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാഞ്ഞത്? നീ അതിനെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തു, അതൊക്കെ ഓക്കെ ഞങ്ങൾ സമ്മതിച്ചു തന്നു, എങ്കിലത് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിന്റെ കയ്യിൽ തന്നെയായിരുന്നല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിനെ എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ മിസ് യാങ് പറയും, നീയും സുമിനും ആയിരുന്നല്ലോ അത് ഹാൻഡിൽ ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവർക്കും മനസ്സിലാവും, അതായത് ഈ മിന്നാണെങ്കിൽ ഡ്യൂട്ടി ടൈമിലും സുമിൻ്റെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു എന്ന്. അപ്പം നമ്മുടെ സുമിനാണെങ്കിൽ മിന്നിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരുങ്ങും. എന്നാൽ അത് ആരും ശ്രദ്ധിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിന്നാണെങ്കിൽ മിസ്റ്റർ ലീയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന. അവനാണെങ്കിൽ പറയും, ഇവിടെ ഓഫീസിൽ എനിക്കിപ്പോൾ വർക്ക് ചെയ്യാനേ പറ്റുന്നില്ല, എല്ലാവരും എന്നെ കള്ള ചതിയ, അതേപോലെ തന്നെ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ചതിച്ചവനെ, അങ്ങനെയൊക്കെ പലതുമാണ് എന്നെ വിളിക്കുന്നത്. എനിക്കിതൊന്നും കേട്ടിട്ട് ഇവിടെ എങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന്
പറയും. ഇത് കേൾക്കുന്നേ മിസ്റ്റർ ലീ ആണെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കും, എനിക്ക് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് കൂടിപ്പോയാൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ സൈറ്റിൽ നിന്ന് റിമൂവ് ആക്കാൻ പറ്റും, അതും പോരാഞ്ഞ് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് ആകെപ്പാടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നീ ട്രാൻസ്ഫർ ആയി പോകണം. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നു ഭയങ്കര ഷോക്കാകും. അതേപോലെ തന്നെ മിസ്റ്റർ ലീ നമ്മുടെ സുമിനെ വിളിച്ചിട്ട് സംസാരിക്കും. എന്നിട്ട് പറയും, ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റൻസ് വെച്ചിട്ട് നിനക്കൊരിക്കലും ഇവിടെ പെർമനന്റ് ജോലി കിട്ടത്തില്ല, അതും പോരാഞ്ഞ് നിന്റെ ഇവിടുത്തെ കോൺട്രാക്ട് ഉണ്ടല്ലോ അത് ഇന്ന് ഇവിടെ വെച്ചിട്ട് തീരുവാണ്, അതുകൊണ്ട് തന്നെ നീ വേറൊരു കമ്പനിയിൽ ജോലി നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിൻ ഭയങ്കര ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സുമിനാണെങ്കിൽ രാത്രി അവളുടെ വീട്ടിൽ വന്നിരുന്നിട്ട് ജിയോണിന് മെസ്സേജ് അയക്കുന്നേ, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം, നീ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ ജിയോണാണെങ്കിൽ ഇത്തവണ സുമിനെ നല്ലതുപോലെ ഇഗ്നോർ ചെയ്യും. ഇത് കാണുന്നേ നമ്മുടെ സുമിന് ഭയങ്കര ദേഷ്യം വരും. അവളാണെങ്കിൽ ഇപ്പോൾ വലിയ സങ്കടത്തിലൊന്നുമല്ല, പകരം അവൾ വില്ലത്തിമാരെ പോലെ ഓരോന്നൊക്കെ ചിന്തിച്ചിട്ട് എന്തൊക്കെയോ മൊബൈലിനകത്ത് ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്യുന്നത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ മിസ്റ്റർ ലീ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ നമ്മുടെ ആ മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റ് അടിച്ചെടുത്ത് ആ മാനേജറില്ലേ അങ്ങേരെ പിടിച്ചെടുത്ത് സംസാരിക്കുന്നതാണ്. അയാളുടെ അടുത്ത് നമ്മുടെ മിസ്റ്റർ ലീ പറയും, അതായത് ഇനി മുതൽ നിങ്ങളുടെ പോസ്റ്റ് ഞാൻ മിസ്സി അങ്ങനെ കൊടുക്കാൻ പോവുക, നിങ്ങൾ ആ പോസ്റ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്ന്. ഇത് കേൾക്കുന്ന ആ മാനേജർ ഭയങ്കര ഷോക്കാകും. അയാൾ പറയും, അതെങ്ങനെ സാധിക്കും, എൻ്റെ പോസ്റ്റ് ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കാനാ? ഇത് കേൾക്കുന്ന മിസ്റ്റർ ലീ പറയും, നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ റിസൈൻ ചെയ്യിപ്പിക്കും, നിങ്ങളെ ഞാൻ ടെർമിനേറ്റ് ചെയ്യും എന്ന് പറയും. ഇത് കേൾക്കുന്നേയും ആ ഡയറക്ടറിനാണെങ്കിൽ വേറൊരു ഓപ്ഷനും ഇല്ലാതെ അയാൾ അതിന് സമ്മതിക്കും. എന്നിട്ട് അയാളാണെങ്കിൽ വന്നിട്ട് അയാളുടെ സാധനങ്ങളെല്ലാം അയാളുടെ ഡെസ്കിൽ നിന്ന് അങ്ങ് പാക്ക് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മുടെ മിസ്സി അങ്ങനെ അടുത്ത് പറയും, ഇനി മുതൽ നിനക്ക് എൻ്റെ സീറ്റിലിരിക്കാം, നീ വിചാരിച്ചതുപോലെ തന്നെ നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്സി അങ്ങ് ഭയങ്കര ഷോക്കായി പോകും. അതേ കൂട്ടത്തിൽ തന്നെ അവർക്ക് നല്ലതുപോലെ വയറുവേന എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്സി ആണെങ്കിൽ ഒരു ഗോഡൗൺ പോലത്തെ റൂമിൽ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. അവരാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് ആ സമയത്തേക്ക് നമ്മുടെ മിസ്റ്റർ ലീ ഇല്ലേ അവിടേക്ക് കയറി വരും. നമ്മുടെ മിസ്സിയാങ് വിചാരിക്കും ഈ മിസ്റ്റർ ലീ ആണെങ്കിൽ അവിടെ സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേന്ന്. ഇത് കാണുന്നേ നമ്മുടെ മിസ്സിയാങ് വേഗം തന്നെ ഈ ലീനെ തടയാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലും. എന്നിട്ട് പറയും, നിങ്ങൾ ഇവിടുത്തെ മാനേജറല്ലേ, എന്നിട്ട് നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഡ്യൂട്ടി ടൈമിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയത്തില്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ ലീ പറയും, അതിന് ആരാ സ്മോക്ക് ചെയ്യാൻ വന്നത്, ഞാൻ ഇവിടെ ക്യാൻഡീസ് തിന്നാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്സിയാങ് ഭയങ്കരമായിട്ടങ്ങ് ചമ്മിപ്പോവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിസ്സിയാങ് പറയും, അല്ല നിങ്ങൾ എന്തിനാ എനിക്ക് മാനേജർ പോസ്റ്റ് തന്നത്? സത്യം പറഞ്ഞാൽ ആ മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റിന് വേണ്ടി കൂടുതലും ഹാർഡ് വർക്ക് ചെയ്തത് വേറെ ആരുമല്ല, ജിയൂൺ തന്നെയാണ്. അപ്പോൾ അവളാണ് അതിൻ്റെ മാനേജർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അർഹതയും ഉള്ളത്, എനിക്ക് ആ പോസ്റ്റ് വേണ്ട എന്ന് പറയും. ഇത് കേൾക്കുന്നേ മിസ്റ്റർ ലീ പറയും, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു റീസൺ എന്ന് വെച്ചാൽ ഇതേ കാര്യം തന്നെ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറിക്കൊടുക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഈ മിസ്സിയാങ് പറയും, എനിക്ക് അങ്ങനെ തന്നെയാണ് ഇഷ്ടം, എനിക്ക് എല്ലാവരുടെ നല്ല കൈൻഡ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്തും നമ്മുടെ മിസ്സിയാങ്ങിന് വയറുവേന എടുക്കുന്നുണ്ട്, എങ്കിലും അവൾ അതങ്ങ് ഇഗ്നോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മിസ്സിയാങ് ആണെങ്കിൽ ജിയോൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന. അവിടെ ജിയോൺ ചോദിക്കും, അല്ല ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ, നിങ്ങൾ മിസ്റ്റർ ലീയുടെ അടുത്ത് എൻ്റെ പേര് മാനേജർ പൊസിഷനിലോട്ട് റെക്കമെൻഡ് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്ന മിസ്സിയാങ് പറയും, അതെ ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു, നീ തന്നെയാണ് മാനേജർ ആവാൻ വേണ്ടിയിട്ട് എല്ലാ അർഹതയും ഉള്ളത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയോൺ പറയും, അങ്ങനെയൊന്നുമില്ല, നിങ്ങളല്ലേ എന്നെ കാട്ടി സീനിയർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ മാനേജർ ആയാൽ മതി. അപ്പം നമ്മുടെ മിസ്സിയാങ് പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, നീ മാനേജർ ആയി കഴിഞ്ഞാൽ നീ എല്ലാ കാര്യവും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും, എല്ലാം നല്ലതുപോലെ മാനേജ് ചെയ്യും എന്ന് പറയും. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കറക്റ്റായിട്ട് നമ്മുടെ യൂന് അവിടേക്ക് വന്നിട്ട് പറയും, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ വേഗം പുറത്തോട്ട് വാ എന്ന്. അവിടെയാണെങ്കിൽ നമ്മുടെ മിന്നും അതേപോലെ തന്നെ സുമിനും കൂടി പോയപ്പോൾ അലർജി ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ ആ കസ്റ്റമേഴ്സില്ലേ അവരാ വന്നേക്കുന്നത്. അതിനകത്തുള്ള ലേഡിയാണെങ്കിൽ നമ്മുടെ ജിയൂണിനെ നല്ലതുപോലെ തേടിക്കൊണ്ടിരിക്കുക, അവളെവിടെ പോയി, എനിക്ക് അവളെ കാണണോ എന്ന്. അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ജിയൂൺ വന്ന് നിൽക്കുന്ന ഈ ലേഡി വേറെ ഒന്നും ആലോചിക്കാതെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ ജിയൂണിൻ്റെ കവളത്തായിട്ട് ഒരടി അങ്ങ് വെച്ചു കൊടുക്കും. നമ്മുടെ ജിയൂൺ എന്തോ കാര്യമൊന്നും പോലും അറിയത്തില്ല. അപ്പോഴവരിങ്ങനെ പറയും, എൻ്റെ ഹസ്ബൻഡിന് യഥാർത്ഥത്തിൽ അലർജി ഉള്ളതാണ്, അവനാണെങ്കിൽ അന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു കണ്ടീഷൻ, എന്നിട്ട് ഞങ്ങൾ അത് കേസാക്കണ്ടെന്ന് വെച്ചത് നിങ്ങളുടെ എംപ്ലോയീസ് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ്, എന്നിട്ട് നീ എന്താണ് നിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ലേഡിയാണെങ്കിൽ ആ പോസ്റ്റ് എടുത്ത് നമ്മുടെ ജിയൂണിനെ കാണിക്കും. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന തന്നെ ഞാനാണ് സുമിനെയും അതേപോലെ തന്നെ മിന്നിനെയും കൊടുക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തത്. അതിനകത്തുള്ളൊരു നാടകം മാത്രമായിരുന്നു ഈ കപ്പിൾസ്. ഇവർക്ക് യഥാർത്ഥത്തിൽ അലർജി ഒന്നുമില്ല. ഇവരവിടെ വന്നിട്ട് ചുമ്മാതാണ് അങ്ങനെ ഒരു ഇഷ്യൂ തന്നെ ക്രിയേറ്റ് ആക്കിയത്. ഇതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചേക്കും. സത്യം പറഞ്ഞാൽ ഇത് വായിക്കുന്നതും ആർക്കായിരുന്നാലും ദേഷ്യം വരും. ഇത് കാണുന്നേ നമ്മളുടെ ജിയൂണാണെങ്കിൽ അവിടെ പറയും, സത്യത്തിൽ ഇത് വായിച്ചതിൻ്റെ പേരിൽ നിങ്ങളിപ്പോൾ എന്നെ അടിച്ചേരും, ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. എങ്കിൽ ഇതിനകത്തൊരു സത്യാവസ്ഥ
സാധ്യതയുണ്ട്. ഈ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ തന്നെയാണ്, പക്ഷെ ഇത് ഞാൻ എഴുതിയതല്ല. ഇതിന്റെ പിന്നിൽ ആരായെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവനാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേയും അവിടെയായിട്ട് നമ്മുടെ സുമിനുണ്ടല്ലോ പയ്യെ പതുങ്ങിയ അവിടെ നിന്ന് അവളുടെ സാധനങ്ങൾ എടുത്ത് പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു. വേഗം തന്നെ നമ്മുടെ ജീവൻ വന്നിട്ട് ഇവളെ അങ്ങ് പിടിക്കും. എന്നിട്ട് ഇവളെ വലിച്ചഴച്ച് ആ കസ്റ്റമേഴ്സ് ഇല്ലേ അവരുടെ മുമ്പിലായിട്ട് കൊണ്ടുവന്നിടും. എന്നിട്ട് പറയും, ദേ ഇവള് തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മുടെ ജീവൻ പറയും, ഇത്രയും നാൾ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങളിൽ കണ്ണടച്ചു, എന്നാൽ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. നിനക്ക് എന്തെല്ലാം കാര്യം എന്നെ പറ്റി അറിയാവോ, അതേപോലെ തന്നെ എനിക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അത് നീ മറക്കരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഈ സുമിൻ്റെ മൊബൈൽ എടുത്ത് അവളുടെ പാസ്വേഡ് അടിച്ച് ഫോൺ അങ്ങ് ഓപ്പൺ ആക്കും. അതിനകത്താണെങ്കിൽ നമ്മുടെ സുമിനാണെങ്കിൽ ഈ ജിയൂണിൻ്റെ അക്കൗണ്ടില്ലേ അത് ഓപ്പൺ ആക്കി ഇട്ടേക്കുമായിരുന്നു. അവൾ തന്നെയാണ് ഈ പോസ്റ്റ് ഇപ്പോൾ എല്ലായിടത്തും പബ്ലിഷ് ആക്കിയത്. ഇത് കാണുന്നേയും ആ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർ ഭയങ്കര ഷോക്കായി പോകും. അപ്പോൾ അതിനകത്തുള്ള അപ്പൂപ്പൻ പറയും, അതെ അതെ ഈ പെണ്ണ് തന്നെയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്, ഇവള് തന്നെയാണ് അവിടെ നിന്ന് മാറിപ്പോയത്, അതും വേറൊരു വർക്കറുമായിട്ട്. ഇത് കേൾക്കുന്നേയും എല്ലാവർക്കും സത്യം മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സുമിനാണെങ്കിൽ അവിടെ ഉള്ള എല്ലാവർക്കും മാപ്പ് ചോദിക്കാൻ തുടങ്ങും. എല്ലാവരും പറയും, എന്നാലും ഇവൾ ഇത്രയും മോശപ്പെട്ട പെണ്ണായിരുന്നോ, ഇവൾ ഇത്രയ്ക്കും തരംതായിരുന്നോ എന്ന്. നമ്മുടെ സുമിനാണെങ്കിൽ നമ്മുടെ ജിയോണിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു മാറ്റിയിട്ടില്ലേ ഇപ്പം അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ സംസാരിക്കും. പെട്ടെന്ന് തന്നെ സുമിൻ പറയും, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ അപ്പോഴത്തെ ഒരു കുരുട്ട് ബുദ്ധിയിൽ ഇങ്ങനെ ചെയ്തതാ, എന്നെ നിങ്ങളൊന്നും പറയരുത്, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവരും ഭയങ്കര ഞെട്ടിപ്പോവും. അവിടെയായിട്ട് നമ്മുടെ മിന്നും വരും. ഇവനിത് കേൾക്കുന്നേ ബോധം കിട്ടി വീഴുന്നത് പോലെ അവനവിടെ തറയിലങ്ങ് വീഴും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിന്നെ തന്നെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. അവൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ ജിയോൺ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവൻ ഒരുപാട് കടവുണ്ട്, അതെല്ലാം വീട്ടണം. അതിൻ്റെ കൂടെ ആയിട്ട് നമ്മുടെ സുമിൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അവനങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കും. അവനാണെങ്കിൽ ആ ബാറിൽ നിന്ന് നല്ലതുപോലെ കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നേ അവൻ്റെ ബോധം പോവുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് മാസ്ക് ഇട്ട ആൾക്കാർ വന്ന് നമ്മുടെ ഈ മിന്നിനെ ആണെങ്കിൽ തട്ടിക്കൊണ്ടങ്ങ് പോകും. എന്നിട്ട് അവനെ ഒരു ചെയറിലായിട്ട് കെട്ടി വെച്ചിട്ട് ചോദിക്കും, നീ എന്നാണ് ഞങ്ങൾക്ക് പണം തരാൻ പോകുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നാണെങ്കിൽ ഭയങ്കര ഷോക്കായി പോകും. അവനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയത്തില്ല. വേഗം തന്നെ നമ്മുടെ മിന്നു പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, പക്ഷെ ഞാൻ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോവാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് എനിക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് തരാമെന്നാണ് പറഞ്ഞത്, അത് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കടമൊക്കെ വീട്ടിക്കോളാം എന്ന്. അങ്ങനെ വേഗം തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഈ മാസ്ക് കിട്ടിയ ആളുണ്ടല്ലോ അത് വേറെ ആരുമല്ല, നമ്മുടെ ജയ ഏർപ്പാടാക്കിയ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ അവർ വന്നിട്ട് നമ്മുടെ ജയ അടുത്ത് പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവനെ വിരട്ടിയിട്ടുണ്ട് എന്ന്. അപ്പം നമ്മുടെ ജയ പറയും, അവനെ വിരട്ടിയാൽ മാത്രമേ അവൻ വേഗം കല്യാണം കഴിക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവനത് ഡിലേ ആക്കി കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ മിന്നാണെങ്കിൽ ഓടി വന്നിട്ട് അവൻ്റെ പേരൻസിനെ കണ്ട് സംസാരിക്കാൻ ഒരുങ്ങും. എന്നിട്ട് അവൻ പറയും, ഞാൻ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണ്, അമ്മയും അച്ഛനും എനിക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് തരാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കുറച്ച് വീതം എനിക്ക് ഇപ്പം തന്നെ തരുമോ. ഇത് കേൾക്കുന്നേ അവൻ്റെ പേരൻസ് അവനെ അവിടെ നിന്ന് ഓട്ടിച്ചങ്ങ് വിടും. സത്യത്തിൽ നമ്മുടെ മിന്നിപ്പോൾ ഭയങ്കര വലിയ അവസ്ഥയിലായിരുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ പോലും സ്ഥലമില്ല. അവനങ്ങനെ വേഗം തന്നെ വരുന്ന നമ്മളുടെ സുമിൻ്റെ അടുത്തേക്കാണ്. സുമിനാണെങ്കിൽ അവിടെ ആകെപ്പാടെ തകർന്ന് ഒരു മൂലയ്ക്കായിട്ട് ചുരുണ്ടുകൂടിയിരിക്കുക. വേഗം തന്നെ നമ്മുടെ മിന്നു വന്നിട്ട് സുമിൻ്റെ അടുത്ത് പറയും, ഞാൻ നിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചല്ലേ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ, അതായത് ജിയൂണിൻ്റെ പോലെ നീ വരത്തില്ല, നീ അത്ര വലിയ പണക്കാരിയൊന്നും അല്ല എന്ന്. അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കല്യാണം കഴിക്കാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം, നമ്മുടെ ലൈഫ് നമുക്ക് ഒരുമിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സുമിനും ഭയങ്കരമായിട്ട് ഞെട്ടും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നേ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ ജിയൂണിൻ്റെ ലൈഫിൽ സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നേരെ തിരിഞ്ഞ് നമ്മുടെ സുമിനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവക്കാണ് ഇപ്പോൾ ഈ ഫേറ്റ് വന്നിരിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയൂണിനെയും അതേപോലെ തന്നെ മിസ് യാങ്ങിനെയും യൂനേനെയാണ്. അവർ മൂന്നുപേരോട് ഇരുന്നിട്ട് ഇപ്പോൾ നല്ലതുപോലെ പാർട്ടി ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവന് നന്നായിട്ട് അറിയാം, അതായത് സുമിനിപ്പോൾ പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്ന്. സത്യത്തിൽ നമ്മുടെ മിന്നിനാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല. ഈ സത്യം നമ്മുടെ ജീവന് നന്നായിട്ട് അറിയാമല്ലോ. കാര്യം എന്ന് വെച്ചാൽ അവളിപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് വന്നേയില്ലേ. അപ്പോൾ അവൾ വിചാരിക്കും, ഓക്കെ അപ്പോൾ സുമിനാണെങ്കിൽ ഇവിടെ കള്ളം പറഞ്ഞാണ്, അതും അവൾ ഈ സിറ്റുവേഷനൊന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്. അവിടെയാണെങ്കിൽ നമ്മളുടെ ജീവൻ്റെ ഫ്രണ്ട്സ് പറയും, എന്നാലും ആ സുമിൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നേ എന്ന്. ഇതിനെപ്പറ്റി ആർക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിസ്റ്റർ ലീ ഉണ്ടല്ലോ, അവിടെയായിട്ട് നമ്മുടെ ജിയുണ്ട് അച്ചാച്ചനെ കാണാൻ വരുന്നതാണ്. അങ്ങേരടുത്ത് ഈ മിസ്റ്റർ ലീ പറയും, നമ്മുടെ ഓഫീസിൽ നടക്കുന്ന മിക്ക പ്രശ്നങ്ങളുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആ മിന്നും അതേപോലെ തന്നെ സുമിനുമാണ്. അവർ രണ്ടുപേരോട് ചേർന്നിട്ട് ഈ ജിയൂണിനും ഭയങ്കര പ്രശ്നങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജിയൂൺ നല്ലൊരു സ്റ്റാഫാണ്, അവളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. ആ മീൽ കിറ്റിൻ്റെ പ്രോജക്റ്റ് പോലും അവളുടെ ഐഡിയ ആയിരുന്നു എന്നൊക്കെ നമ്മുടെ ഈ മുത്തശ്ശൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേൾക്കുന്നേ അയാൾക്ക് മനസ്സിലാവും നമ്മുടെ ജിയൂൺ എന്ത് നല്ല ക്യാരക്ടറാണ്.
എന്ന്. അങ്ങനെ അയാളാണെങ്കിൽ നമ്മുടെ ജിയൂണിനെ അടുത്ത ദിവസം തന്നെ അയാളുടെ വീട്ടിലോട്ട് വിളിപ്പിക്കും. എന്നിട്ട് നമ്മുടെ ജിയൂണിൻ്റെ അടുത്ത് പറയും, നിന്റെ ലൈഫിൽ നീ ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, നിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ നിന്നെ ചതിച്ചിട്ടുണ്ടല്ലേ, എന്തൊക്കെയായിരുന്നാലും നിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീയാണെങ്കിൽ എല്ലാം നല്ല ധൈര്യത്തോടെയാണ് നേരിടുന്നത്, നിന്റെ ആ ഒരു കരുത്തും നിന്റെ ആ ഒരു തൻ്റെടോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ അപ്പൂപ്പൻ അവിടെ നിന്ന് നമ്മുടെ ജിയൂണിനെ ഭയങ്കരമായിട്ടും പൊക്കി പറയും. അതേസമയം തന്നെ നമ്മുടെ ജയ എവിടേക്ക് വരും. അവനാണെങ്കിൽ നമ്മുടെ ജിയൂൺ അവിടെ ഇരിക്കുന്ന ശ്രദ്ധിക്കത്തേ ഇല്ല. പെട്ടെന്ന് തന്നെ അവളെ കാണുന്നത് അവൻ ഭയങ്കര ഷോക്കായിപ്പോൾ. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്താ ഇവിടെയെന്ന്. അപ്പോൾ നമ്മുടെ ജിയൂൺ പറയും, അത് നിങ്ങളുടെ മുത്തശ്ശൻ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന്. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മുടെ ജയ പറയും, എന്നാലും നീ ഇവിടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മുടെ ജിയൂൺ പറയും, അതായത് നിങ്ങളുടെ മുത്തശ്ശനെ എന്നെ നല്ലതുപോലെ അഭിനന്ദിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന്. അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജയ പറയും, എനിക്ക് തോന്നുന്നത് മിന്നും സുമിനും ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നാ. അവർ രണ്ടുപേരും അതിനുള്ള പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്മാതിരി ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയൂണിന് നല്ല സന്തോഷമാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ പറയും, ഞാൻ നിനക്ക് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചിരാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗണ്ണൊക്കെ എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ ജിയൂണിൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജയ ആണെങ്കിൽ ജിയൂണിൻ്റെ അടുത്ത് പറയും, ഇപ്പോൾ മിന്നും സുമിനും കല്യാണം കഴിക്കാൻ പോവാ, അടുത്ത നിന്റെ എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഇഷ്ടം ഇൻഡയറക്റ്റായിട്ട് പറയാനായിട്ട് ഒരുങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയൂണിനും ജയ ഇത്ര ക്ലോസ് ആയിട്ട് നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. എങ്കിലും അവളാണെങ്കിൽ ഒന്നും പറയാൻ നിൽക്കത്തില്ല, അവളതെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ജിയൂണാണെങ്കിൽ യൂനയ്ക്ക് നല്ലതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. യൂനയ്ക്കാണെങ്കിൽ അവളുടെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ യൂന ചോദിക്കും, നിങ്ങൾ ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ എങ്ങനെയാണ് പഠിച്ചത്, എന്തായിരുന്നാലും നിങ്ങളെ കല്യാണം കഴിക്കുന്ന ഭർത്താവ് ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾ തന്നെ ആയിരിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു കോൾ ചെയ്യും. സത്യത്തിൽ നമ്മുടെ ജിയൂണാണെങ്കിൽ യൂനുവിൻ്റെ അടുത്തൊന്നും സംസാരിക്കത്തില്ല. എന്നാൽ നമ്മളുടെ യൂനയുണ്ടല്ലോ, അവളാണ് ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നത്. യൂനു ആണെങ്കിൽ നമ്മുടെ ജിയൂണിൻ്റെ അടുത്ത് ചോദിക്കും, നമുക്ക് ക്രിസ്മസ് ഈവിന് എവിടെയെങ്കിലും പുറത്തേക്ക് പോയാലോ എന്ന്. അപ്പോൾ നമ്മുടെ യൂന പറയും, പിന്നെന്താ, നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഇവളങ്ങനെ പ്ലാനൊക്കെ റെഡിയാക്കും. അങ്ങനെ നമ്മുടെ യൂനു ആണെങ്കിൽ ജിയൂണിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടെ എത്തുന്നത് നമ്മളുടെ യൂനയുണ്ടല്ലോ വേഗം തന്നെ അങ്ങ് കാല് മറും. അവൾ പറയും, നിങ്ങൾ രണ്ടുപേരും പോയി എൻജോയ് ചെയ്തിട്ട് വാ, എനിക്ക് വേറൊരു പ്ലാൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജിയൂൺ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൾ ചോദിക്കും, എന്നാൽ ഇത്രയും നേരമില്ലാത്തൊരു പ്ലാൻ നിനക്ക് ഇതിപ്പോൾ എവിടുന്നാ വന്നേ എന്ന്. അപ്പോൾ നമ്മുടെ യൂന പറയും, അതൊക്കെ ഉണ്ട്, നിങ്ങൾ പോയിട്ട് വാന്നും പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും ഒറ്റയ്ക്ക് പറഞ്ഞു വിടും. സത്യത്തിൽ നമ്മുടെ യൂന ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ നമ്മുടെ ജയ പറഞ്ഞിട്ടാണ് കേട്ടോ. ജയ ആണെങ്കിൽ ആഗ്രഹിക്കുന്ന തന്നെ നമ്മുടെ ജിയൂൺ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, അവൾ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് അവൾ ടൈം സ്പെൻഡ് ചെയ്യണം, അവരുമായിട്ട് അവൾ ജീവിക്കണം എന്നൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ്ക്ക് നല്ല പേടിയുണ്ടല്ലോ, അവനാണെങ്കിൽ ഏത് നിമിഷവും മരിച്ചു പോവുക എന്ന്. എന്തൊക്കെ പറഞ്ഞാലും അവന് നല്ല ജലസിയും ഉണ്ട്. അവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവന് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു വലിയ പാത്രത്തിലുള്ള ഐസ്ക്രീം മൊത്തം ഒറ്റയ്ക്ക് തിന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ യൂനയാണെങ്കിൽ പറയും, നിനക്ക് ഇത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തോത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ല എനിക്കും കുറച്ച് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് യൂന അവിടെ കിടന്ന് വാശി പിടിക്കും. ഇത് കേൾക്കുന്ന നമ്മുടെ ജയ ആണെങ്കിൽ വേഗം തന്നെ ആ പാത്രത്തിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് പകുതി കൊണ്ടുവന്ന് നമ്മുടെ യൂനിക്ക് കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇരുന്ന് കഴിച്ചോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജിയൂണിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ യൂനുവിൻ്റെ കൂടെ പുറത്തേക്ക് വന്നേക്കുമല്ലേ, യൂനുവും അവളും കൂടി നല്ലതുപോലെ എൻജോയ് ഒക്കെ ചെയ്യും. എന്നാലും നമ്മുടെ ജിയൂണാണെങ്കിൽ മനസ്സിൽ ഫുള്ള് നമ്മുടെ ജയ ആയിരുന്നു. അവളാണെങ്കിൽ ഇമാജിൻ ചെയ്യുന്നത് മൊത്തം അവൻ്റെ കൂടെ കപ്പിളിനെ പോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെയാണ്. അവളങ്ങനെ അതൊക്കെ ഇരുന്ന് ഇമാജിൻ ചെയ്തു നോക്കും. അത് കഴിഞ്ഞിട്ട് ഇവരിതൊക്കെ കഴിഞ്ഞ് വരാനായിട്ട് ഒരുങ്ങുന്നതും കറക്റ്റായിട്ട് നമ്മളുടെ ജിയൂൺ യൂനുവിനടുത്ത് ഡയറക്റ്റായിട്ട് പറയും, അതായത് ഞാനാണെങ്കിൽ നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിർത്തണം, നമുക്ക് ഇതേപോലെ കറങ്ങാനൊക്കെ വരണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിന് കുറച്ച് സങ്കടമാവും. എന്നാലും അവൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാവും. അവൻ പറയും, ഓക്കെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിയൂൺ ആണെങ്കിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് നടന്നു വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജയ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവന് നല്ലതുപോലെ തുമ്മലും വരും. ഈ തുമ്മൽ കേൾക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയൂൺ വന്നിട്ട് അവരുടെ ചോദിക്കും, അല്ല നീ ഇവിടെ എന്തെടുക്കുക? അപ്പോൾ നമ്മുടെ ജയ പറയും, അത് തണുപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തോട്ട് നടന്നു വന്നതാ, അല്ലാതെ ഒന്നുമില്ല എന്ന്. അപ്പോൾ നമ്മുടെ ജിയൂൺ പറയും, നീ ഇപ്പം നല്ലതുപോലെ കാറ്റ് കൊണ്ട് കാണുമല്ലേ, അതുകൊണ്ടാണല്ലോ നീ ഇപ്പം നല്ലതുപോലെ തുമ്മുന്നത്, നമുക്ക് അകത്തോട്ട് പോവാം, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് വിളിക്കും. അങ്ങനെ നമ്മുടെ ജയ ആണെങ്കിൽ ഇവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലോട്ടാണ് വരുന്നത്. അവിടെ നമ്മുടെ ജയ ആണെങ്കിൽ ജിയൂണിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ജിയൂൺ ഭയങ്കര ഷോക്കാകും. അവൾ ചോദിക്കും, ഇതിപ്പോൾ എന്തുവാ,
പോവാ? എനിക്ക് വേണ്ടിയിട്ടാണോ നീ ഇത്രയും ഡെക്കറേറ്റ് ചെയ്തത്? എന്നിട്ട് നീ എന്താ എൻ്റെ അടുത്ത് ഇക്കാര്യം പറയാതെ നിന്നെ? ഞാനിപ്പോൾ ഈ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇക്കാര്യം അറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവനാണെങ്കിൽ കാര്യത്തിലോട്ട് കിടക്കും. എന്നിട്ട് അവൾ പറയും, ഞാനിന്ന് യൂനുവിൻ്റെ കൂടെ പുറത്തു പോയേക്കുമായിരുന്നു, അവൻ എൻ്റെ അടുത്ത് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ വന്നേ ഞാൻ അവനെ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നീ ഫ്രണ്ട് മാത്രമാ എന്ന്. സത്യത്തിൽ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴും ഞാൻ നിങ്ങളെപ്പറ്റി മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ നമ്മുടെ ജീവനാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൾ നമ്മുടെ ജയിക്കിട്ട് നല്ലൊരു കിസ്സും കൊടുക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നേയും നമ്മുടെ ജയ ഉണ്ടല്ലോ അവളെ തിരിച്ചു പിടിച്ച് അവൻ നല്ലതുപോലെ അവൾക്ക് കിസ് കൊടുക്കും. സത്യത്തിൽ നമ്മുടെ ജയിക്കാണെങ്കിൽ ജീവനെ പണ്ട് തൊട്ടേ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവളുടെ ആ ഒരു കിസ്സിനെ നല്ലതുപോലെ അക്സെപ്റ്റ് ചെയ്യും. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.